ഹേ ഓൾ വെൽക്കം ടു ഈസി ഇഗ്നോ. അപ്പോൾ നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിക്കൽ തോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന. ഒരുപാട് പെർസ്പെക്റ്റീവ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷണലിസം ആണ്. എവല്യൂഷണറി പെർസ്പെക്റ്റീവ് കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കണ്ടിട്ട് ഫങ്ഷണലിസം എന്നൊരു ക്ലാസ് കാണാൻ ശ്രമിക്കുക. കാരണം അതിൽ പറഞ്ഞിട്ടുള്ള ഹെർബർട്ട് സ്പെൻസറിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസിന്റെ ബാക്കിയായിട്ടാണ് ഈ ഫങ്ഷണലിസം എന്ന് പറയുന്നത് വരുന്നത്. അപ്പം ആ ക്ലാസ് റെഫർ ചെയ്തതിന് ശേഷം മാത്രമേ ഫങ്ഷണലിസം എന്ന് പറയുന്ന ക്ലാസ് കാണാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഫങ്ഷണലിസം നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, എന്താണെന്ന്. അതായത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫിനോമിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു അതിന്റെ ഫങ്ഷന്റെ അടിസ്ഥാനത്തിൽ, അതിനെയാണ് നമ്മൾ ഫങ്ഷണലിസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സോഷ്യോളജിയിലെയും സോഷ്യൽ ആന്ത്രപ്പോളജിയിലെയും ഒക്കെ തിയറീസ് ഒരു ഫങ്ഷന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നു എന്ന രീതിയാണ് ഫങ്ഷണലിസം പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 19th സെഞ്ച്വറിയിൽ ഓർഗാനിക് അനലോഗി എന്നൊരു ടേം കൊണ്ടുവരും. അതായത് സൊസൈറ്റിയെ നമ്മൾ ഒരു ഓർഗാനിക് അനലോഗി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ് അത് കണ്ടിട്ട് ഇത് കാണണം എന്ന് പറയുന്നത് തന്നെ. അപ്പം ഒരു സൊസൈറ്റിയെ ഓർഗാനിക് അനലോഗി ആയിട്ടാണ് ആരാണ് കൺസിഡർ ചെയ്തത്? ഹെർബർട്ട് സ്പെൻസർ ആണ് അല്ലേ? അപ്പൊ സ്പെൻസറിന്റെ ഐഡിയ ആണ് സൊസൈറ്റിയിൽ ഒരുപാട് ഇൻസെപ്പറബിൾ ആയിട്ടുള്ള പാർട്സ് ഉണ്ടെന്നും അതേപോലെ ഇൻഡിപെൻഡൻസ് ഓർഗൻസ് കൊണ്ടാണ് ഒരു സൊസൈറ്റി ഉണ്ടായിരിക്കുന്നതെന്നും ഇവരുടെ ഒക്കെ ഹാർമോണിയസ് ആയിട്ടുള്ള ഫംഗ്ഷനിലൂടെ മാത്രമേ ഒരു സൊസൈറ്റിക്ക് നിലനിൽപ്പ് ഉള്ളൂ എന്നാണ് നമ്മൾ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് തന്നെ പറഞ്ഞു വെച്ചത്. അതേപോലെ തന്നെയാണ് ഫങ്ഷണലിസത്തിലും വരുന്നത്. ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഓരോ ബോഡിയിൽ ഓരോ പാർട്സ് ഉണ്ട്. ആ പാർട്സ് ഒക്കെ ഹാർമോണിയസ്ലി വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ബോഡിക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. അതുപോലെ തന്നെയാണ് സൊസൈറ്റിയിലെ ഓരോ പാർട്സ്, ചിലപ്പോൾ അത് പേഴ്സണാലിറ്റി സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ കൾച്ചറൽ സിസ്റ്റം ആയിരിക്കും. അങ്ങനെ ഒരുപാട് സിസ്റ്റം കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു സൊസൈറ്റി വരുന്നത്. അപ്പം ഇതൊക്കെ ഹാർമോണിയസ്ലി ഫങ്ഷൻ ചെയ്താൽ മാത്രമേ സൊസൈറ്റിക്ക് ഒരു നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നതാണ് ഫങ്ഷണലിസം എന്ന് പറയുന്നത്. ഇതിലെ ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആയ ഇമൈൽ ധർക്കയുമാണ്. അതേപോലെ സ്പെൻസറും മെൻലോവിസ്കിയും അതേപോലെ റാഡ്ക്ലിഫ് ബ്രൗൺ, അങ്ങനെ ഒരുപാട് പേര് ഇതിൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അവർ മാത്രമല്ല ഈ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയ, നേരത്തെ പറഞ്ഞ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആണ്, അതേപോലെ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റുകളാണ്. ഓൾസോ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയ ടാൽകോട്ട് പാഴ്സണും മേർട്ടനും ഒക്കെ ഈ ഒരു കൺസെപ്റ്റിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കൺസെപ്റ്റ് വന്നിട്ട് ഇതിന് കുറേ പോരായ്മകൾ കണ്ടെത്തി നമ്മളെ നിയോ എവല്യൂഷണറി തിയറി എവല്യൂഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഫംഗ്ഷനിലും നിയോ ഫങ്ഷണലിസം എന്നൊരു കൺസെപ്റ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ പറയുന്ന പോലെ തന്നെ സ്പെൻസർ ആണ് നമ്മളെ സൊസൈറ്റിയിലെ ആദ്യമായിട്ട് ഒരു ഓർഗാനിക് അനലോഗി ആയിട്ട് കൺസിഡർ ചെയ്തത് അല്ലേ. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആണ്. മാത്രമല്ല അഗസ്റ്റ് കോം, നമ്മുടെ ഫാദർ ഓഫ് സോഷ്യോളജി, അഗസ്റ്റ് കോമിന്റെ എവല്യൂഷണറി അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഓർഗനിസ്റ്റ് അപ്രോച്ചിന്റെ ഒരു കണ്ടിന്യൂറ്ററും കൂടെ ആണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കുറച്ച് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് സ്പെൻസർ പറയുന്നത്. പക്ഷേ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ അവരുടെ രണ്ടുപേരുടെ ഓറിയന്റേഷൻസിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ കോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ കൺസെപ്ഷന്റെ പ്രോഗ്രസിനെ കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ നമ്മുടെ സ്പെൻസർ പറയുന്നത് ഒരു എക്സ്റ്റേണൽ വേൾഡിന്റെ തന്നെ പ്രോഗ്രസ് ആണ്. ഒരാള് ഹ്യൂമൻ കൺസെപ്ഷൻ ആണ് പറയുന്നത്, മറ്റേ ആള് എക്സ്റ്റേണൽ വേൾഡിന്റെ ഒരു പ്രോഗ്രസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ രണ്ടുപേരുടെയും ഓറിയന്റേഷൻ, ജനറൽ ഓറിയന്റേഷൻസിൽ മാറ്റം ഉണ്ടെങ്കിലും പക്ഷെ സ്പെൻസർ കോംപ്റ്റിന്റെ ഒരു കണ്ടിന്യൂറ്റർ ആണ് നമുക്ക് പറയാൻ പറ്റും. അതായത് അപ്പൊ നമുക്ക് സ്പെൻസറിന്റെ തിയറി നോക്കാം. സ്പെൻസർ നേരത്തെ പറഞ്ഞ പോലെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ ഫങ്ഷണൽ തിയറിയാണ്. അതായത് സൊസൈറ്റിയിൽ പല സ്ട്രക്ചർ ഉണ്ടെന്നും ആ സ്ട്രക്ചർ എല്ലാം നമ്മുടെ നീഡ്സിന് വേണ്ടി, ഹ്യൂമൻ നീഡ്സിന് വേണ്ടി ഫങ്ഷൻ ചെയ്യുമെന്നും ആ ഫങ്ഷൻ ഹാർമോണിയസ് ആയിട്ട് പോയാൽ മാത്രമേ ഒരു സൊസൈറ്റിക്ക് എക്സിസ്റ്റൻസ് ഉണ്ടെന്നും ആണ് ഓർഗാനിക് അനലോഗി എന്നൊരു ഫോമിലൂടെ അല്ലെങ്കിൽ ഒരു ടേമിലൂടെ സ്പെൻസർ ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിന്റെ ബേസിസിൽ അദ്ദേഹം ഒരുപാട് റൈറ്റിംഗ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു തിയറിയാണ് അല്ലെങ്കിൽ ഒരു ബുക്കാണ്. ആ ബുക്കിലാണ് മെയിൻലി ഈ ഫങ്ഷണലിസം കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് ഐഡിയാസ്, അതായത് ഒരു 19th സെഞ്ച്വറി അല്ലെങ്കിൽ ഒരു മിഡ് 20th സെഞ്ച്വറി ആയപ്പോഴത്തേക്കും ഒരുപാട് സോഷ്യോളജിസ്റ്റുകളും അതേപോലെ ആന്ത്രപ്പോളജിസ്റ്റുകളും ഒരുപാട് തിയറീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് നമുക്ക് ഇത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ ഓർഗാനിക് അനലോഗിയുടെ ബിഗിനർ എന്ന് പറയുന്നത് നമുക്ക് സ്പെൻസർ ആയിട്ട് പറയാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ മെയിൻ ഐഡിയാസ് നമുക്ക് പറയാം.
സൊസൈറ്റി ഈസ് എ സിസ്റ്റം. ഇറ്റ് ഈസ് എ coherent wall of connected and interdependent parts. അതായത് സൊസൈറ്റി ഒരു സിസ്റ്റം, അതായത് ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ഓർഗാനിക് വോൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണെന്നും അതേപോലെ അത് ഇന്റർഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള പാർട്സിന്റെ ഒരു കൊഹറന്റ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയാണെന്നുമാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഐഡിയ എന്ന് പറയുന്നത് ദിസ് സിസ്റ്റം ക്യാൻ ഓൺലി ബി അണ്ടർസ്റ്റുഡ് ഇൻ ടേംസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് സ്പെസിഫിക് സ്ട്രക്ചേഴ്സ് ഈച്ച് ഓഫ് വിച്ച് ഹാസ് എ ഫംഗ്ഷൻ ഓഫ് മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ ഹോൾ. അതായത് നമ്മുടെ സ്പെസിഫിക് സ്ട്രക്ചേഴ്സിന്റെ ഓപ്പറേഷനിലൂടെ മാത്രമേ നമുക്കൊരു സിസ്റ്റത്തിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നും അതേപോലെ ഒരു സോഷ്യൽ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഹോളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഓരോ സ്പെസിഫിക് സ്ട്രക്ചേഴ്സും വർക്ക് ചെയ്യണമെന്നുമാണ് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഐഡിയ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ദ സിസ്റ്റം ഹാവ് നീഡ്സ് ദാറ്റ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ഇഫ് ദ system has to survive. Therefore, the function of a structure must be determined by understanding the need it is satisfied. അതായത് ഒരു സിസ്റ്റം സാറ്റിസ്ഫൈ ആവണമെങ്കിൽ അതിൻ്റെ കുറെ നീഡ്സ് ഉണ്ട്, അതിൽ താമസിക്കുന്ന ഹ്യൂമന് കുറെ നീഡ്സ് ഉണ്ട്. ആ നീഡ്സ് ഫുൾഫില്ല് ചെയ്താൽ മാത്രമേ ഒരു സർവൈവൽ ഉണ്ടാവൂ. അത് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഓരോ ഫംഗ്ഷനും ഒരു സ്ട്രക്ചറിന്റെ ഫംഗ്ഷൻ അതിന്റെ നീഡിനെ ഫുൾഫില്ല് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ എക്സിസ്റ്റൻസ് ഉണ്ടാവൂ എന്നാണ് ഹെർബർട്ട് സ്പെൻസറിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഫങ്ഷണലിസം എന്ന കൺസെപ്റ്റിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം കൂടുതൽ ഒരു എവല്യൂഷണറി തിയറിസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ എവല്യൂഷണറിയുടെ കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. എവല്യൂഷണറി തിയറിസ്റ്റ് എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. ഫങ്ഷണലിസത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു ഫങ്ഷണലിസത്തിന്റെ തിയറിസ്റ്റ് ആയിട്ട് നമുക്ക് ഹെർബർട്ട് സ്പെൻസറിനെ ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അടുത്തത് ഇമൈൽ ദർക്കൈം ആണ്. നമ്മൾ സ്പെൻസറിനെ പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം ഒരു എവല്യൂഷനിസ്റ്റ് ആണ്. ഫങ്ഷണലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഫങ്ഷണലിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷേ ഫങ്ഷണലിസം എന്ന് പറയുന്നതിന്റെ ഫാദർ എന്ന് പറയുന്നത് തന്നെ ഇമൈൽ ദർക്കൈം ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫങ്ഷണലിസത്തിൽ ഇമൈൽ ദർക്കൈം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആണ്, ഡേവിഡ് ഇമൈൽ ദർക്കൈം. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ഒരുപാട് മെത്തഡോളജീസ്, റിഗറസ് ആയിട്ടുള്ള മെത്തഡോളജീസ് ഡെവലപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇമൈൽ ദർക്കൈം എന്ന് പറയുന്നത്. വെറുതെ തിയറീസ് പറയുകയല്ല, ഒരു എംപെരിക്കൽ റിസർച്ച് അല്ലെങ്കിൽ ഒരു സോഷ്യോളജിക്കൽ തിയറിയിൽ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ പറയുന്ന ഒരാളാണ് ഇമൈൽ ദർക്കൈം എന്ന് പറയുന്നത്. കൂടുതലും ഇദ്ദേഹം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ട്രഡീഷണൽ അല്ലെങ്കിൽ മോഡേൺ സൊസൈറ്റി എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് എന്ന രീതിക്കാണ് കൂടുതൽ ഇമൈൽ ദർക്കൈം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് ആണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി, റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്, ലെ സൂയിസൈഡ് ആൻഡ് എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സോഷ്യോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് ആണ്. മാത്രമല്ല ഇദ്ദേഹം നമ്മൾ ഫങ്ഷണലിസത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫങ്ഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇദ്ദേഹത്തിന്റെ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന് പറയുന്ന ബുക്കിലാണ് മെയിൻലി മെൻഷൻ ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ പല ഡിവിഷൻസ് ഓഫ് ലേബർ ഉണ്ട്. ഈ ഡിവിഷൻസ് ഓഫ് ലേബർ കാരണമാണ് ഒരു സോളിഡാരിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മുടെ ഇമൈൽ ദർക്കൈമിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് അക്കോർഡിംഗ് ടു ഹിം ഫംഗ്ഷൻ ഓഫ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് എ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നീഡ് ഓഫ് ദ സോഷ്യൽ ഓർഗാനിസം. സോഷ്യൽ ഓർഗാനിസത്തിന്റെയും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും കറസ്പോണ്ടൻസ് ആയിട്ടുള്ള ഒരു നീഡിനെ ബേസ് ചെയ്താണ് ഒരു സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇമൈൽ ദർക്കൈം പറയുന്നത്. അതേപോലെ സോളിഡാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സൊസൈറ്റിയുടെ നീഡ്സ്, അതായത് നമ്മുടെ വി ഫീലിംഗ്, ഒരു സൊസൈറ്റിയിൽ ഒരു ഹ്യൂമൻ ബീയിങ് എക്സിസ്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ ഒരു വി ഫീലിംഗ് ഉണ്ടാവണം, ആ സോളിഡാരിറ്റി ഉണ്ടാവണം. അത് മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ മാത്രമേ ഒരു സൊസൈറ്റി എക്സിസ്റ്റ് ആവൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി പ്രൊവൈഡ്സ് ദ ബേസിക് ഓഫ് ദ സോഷ്യൽ സോളിഡാരിറ്റി. നേരത്തെ പറഞ്ഞ സോഷ്യൽ സോളിഡാരിറ്റിയുടെ ബേസിക്കിലാണ് ഒരു സൊസൈറ്റി തന്നെ ഉള്ളത് എന്നാണ് പറയുന്നത്. മെയിൻലി ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ് ഇവിടെ ദർക്കൈം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ കോമ്പൗണ്ട് സൊസൈറ്റിയിൽ നിന്ന് സിമ്പിൾ സൊസൈറ്റിയിൽ നിന്ന് കോമ്പൗണ്ട് സൊസൈറ്റിയിലോട്ട് വരുമ്പോഴുള്ള ഡിഫറൻസസും ദർക്കൈം പറയുന്നുണ്ട്. ദർക്കൈം കൺസിഡേഴ്സ് solidarity as a vital need. Without maintaining solidarity in society, society may break up and might not remain a society. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സോളിഡാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു സൊസൈറ്റിക്ക് എക്സിസ്റ്റൻസ് ഇല്ല എന്നും അത് ബ്രേക്ക് ഡൗൺ ആയി പോകുക എന്നാണ് ദർക്കൈം പറയുന്നത്.
മാത്രമല്ല ഇദ്ദേഹത്തിന്റെ എലമെന്ററി ഫോംസ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന ആ വർക്കിൽ ഇദ്ദേഹം ഒരു റിലീജിയന്റെ കോസും അതേപോലെ അതിന്റെ ഫങ്ഷൻസും ഒക്കെ പറയുന്നുണ്ട്. അതായത് ഈ സോളിഡാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെയിൻലി ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ റിലീജിയൻ ആണെന്നും റിലീജിയന്റെ ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു വിധത്തിലുള്ള സോളിഡാരിറ്റി ഒക്കെ സൊസൈറ്റിയിൽ ഉണ്ടാവുമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. If solidarity in the society is not met, abnormal forms ഉണ്ടാവും. അതായത് ഈ സോളിഡാരിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അനോമി എന്നൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവും. അതായത് അബ്നോർമാലിറ്റി, ഡീവിയേഷൻസ്, അതായത് ഒരു ക്രിമിനൽ ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാവും. ഓരോ ആളുകളും ഓരോ ഇപ്പൊ നോംസിൽ നിന്നും ഓരോ മോറൽസും അനുസരിച്ചായിരിക്കും ഒരു സൊസൈറ്റിയിൽ ലീവ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇത് നമുക്ക് മെറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഇവരൊക്കെ ഡീവിയേറ്റ് ചെയ്ത് തുടങ്ങും, പല പല ആക്ടിവിറ്റീസ്, ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് തുടങ്ങും. അപ്പൊ അവിടെ എന്താ, ആ സൊസൈറ്റി ബ്രേക്ക് ഡൗണിലോട്ട് പോകും. ഇത് തന്നെയാണ് ഇമൈൽ ധർക്കയും പറയുന്നത്. അടുത്തത് മെൽനോവിസ്കി ആണ്. മെൽനോവിസ്കിയും ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആണ്, അതേപോലെ തന്നെ ബ്രിട്ടീഷ് ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. ഇദ്ദേഹവും ഫങ്ഷണലിസത്തിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ദർഖീമിന്റെ തിയറിയെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ തിയറീസ് പറയുന്നത്. ദർഖീം മാത്രമല്ല, CG സെലിഗ്മാൻ, വാട്ടർമാർക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് സോഷ്യോളജിസ്റ്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്താണ് മെൽനോവിസ്കി തിയറീസ് കൊണ്ടുവരുന്നത്. ബ്രോണിസ്ലോവ് മെൽനോവിസ്കി എന്നാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. His functional approach emphasized on the field work involving exact observation and recording of social behavior. ഇദ്ദേഹവും നമ്മുടെ ദർഖീമിനെ പോലെ ഒബ്സർവേഷനിലൂടെയും അതേപോലെ സോഷ്യൽ ബിഹേവിയറിലുള്ള റെക്കോർഡിങ്സിലൂടെയും ആണ് ഇദ്ദേഹത്തിന്റെ ഫീൽഡ് വർക്ക് നടത്തിയിട്ടുള്ളത്. അതായത് ട്രോബിയാഡ് ഐലൻഡേഴ്സിലാണ് ഇദ്ദേഹം മെയിൻലി ഫീൽഡ് വർക്ക് നടത്തിയിട്ടുള്ളത്. പാർട്ടിസിപ്പന്റ് മെത്തേഡ്, അതായത് അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരിൽ ഒരാളായിട്ട് നിന്ന് ഒബ്സർവ് ചെയ്യും, അതേപോലെ കാര്യങ്ങൾ സോഷ്യൽ ബിഹേവിയർ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരാളാണ് മെൽനോവിസ്കി എന്ന് പറയുന്നത്. അദ്ദേഹം സിസ്റ്റമാറ്റിക് തിയറി ഓഫ് കൾച്ചർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു റൈറ്റിംഗിലാണ് ഈ ഫങ്ഷണലിസത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഫങ്ഷണൽ അപ്രോച്ചിനെ കുറിച്ച് കൂടുതലായിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ എവറി കൾച്ചറൽ ഐറ്റം ഫുൾഫിൽ സം വൈറ്റൽ ഫങ്ഷൻ. ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റില് എല്ലാ കൾച്ചറൽ ആയിട്ടുള്ള ഐറ്റംസും ആണ് നമ്മുടെ വൈറ്റൽ ഫങ്ഷനെ ഫുൾഫിൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യമാണല്ലേ പറയുന്നത്. ആദ്യത്തെ സ്പെൻസർ പറഞ്ഞു ഒരു ഓർഗാനിക് അനലോഗിയാണെന്ന്, ധർക്കയും പറഞ്ഞ് ഒരു സോളിഡാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞു. അതേപോലെ മെൽനോവിസ്കി ഇപ്പം പറയുന്നു കൾച്ചറൽ ഐറ്റംസ് ആണ് നമ്മൾ ഒരു സൊസൈറ്റിക്ക് എക്സിസ്റ്റൻസ് കൊണ്ടുവരുന്നതെന്ന്. അതേപോലെ മെൽനോവിസ്കി യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഫങ്ഷൻ സജസ്റ്റിംഗ് ദാറ്റ് society could be conceptualized as it made the interdependent parts. അതായത് അതിനും മെൽനോവിസ്കി പറയുന്നുണ്ട് ഇന്റർഡിപെൻഡന്റ് പാർട്സിനെ കൺസെപ്റ്റലൈസ് ചെയ്താൽ മാത്രമേ ഒരു സൊസൈറ്റി ഉള്ളൂ. ഇവിടെ മെൽനോവിസ്കി ഉദ്ദേശിക്കുന്ന ഇന്റർഡിപെൻഡൻസ് പാർട്സ് എന്ന് പറയുന്ന കൾച്ചറൽ ഐറ്റംസ് ആണ്. നമുക്ക് ഒരുപാട് കൾച്ചറൽ ഐറ്റംസ് ഉണ്ട് അല്ലേ, അത് വാല്യൂസ്, മോറൽസ്, അങ്ങനെ പല പല കൾച്ചറൽ ഐറ്റംസ് ഉണ്ട്. ആ കൾച്ചറൽ ഐറ്റംസിന്റെ ഒക്കെ അതൊക്കെയാണ് സൊസൈറ്റിയിലെ ഇന്റർഡിപെൻഡന്റ് പാർട്സ് എന്നാണ് ഇവിടെ മെൽനോവിസ്കി പറയുന്നത്. ഇവിടെ മെൽനോവിസ്കി രണ്ട് ന്യൂ ഐഡിയാസ് ആണ് ഫങ്ഷണലിസത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് നോഷൻ ഓഫ് സിസ്റ്റം ലെവലും, രണ്ട് കൺസെപ്റ്റ് ഓഫ് ഡിഫറൻസ് ആൻഡ് മൾട്ടിപ്പിൾ സിസ്റ്റം നീഡ് അറ്റ് ഈച്ച് ലെവലും. ഈ രണ്ട് മെയിൻ ഐഡിയാസ് ആണ് മെൽനോവിസ്കി കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം പറയുന്നത് എന്താ, നോഷൻ ഓഫ് സിസ്റ്റം ലെവൽസ് അല്ലെ. ഇവിടെ സിസ്റ്റം ലെവൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് 3 ലെവൽസ് ആണ്. അതായത് ബയോളജിക്കൽ, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സിംബോളിക്. ഈ 3 ലെവൽസിന്റെ നോഷൻ ആണ് ഫസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത്. അതായത് ഹി എംഫസൈസ് ഓൺ ദ സ്റ്റഡി ഓഫ് കൾച്ചർ ആസ് ദ വോൾ വിത്തിൻ ദ ഫംഗ്ഷൻ ആൻഡ് പാറ്റേൺ. നേരത്തെ പറഞ്ഞതുപോലെ ഫംഗ്ഷനും പാറ്റേണും ഹോളായിട്ട് പറയണമെങ്കിൽ കൾച്ചർ തന്നെ ഡിഫൈൻ ചെയ്യണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഫങ്ഷണലിസം അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ദ പാർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേ വിത്തിൻ ദ integrated wall of culture. Institution operates to satisfy the needs of the individuals and that of the society as a whole. അതായത് നമ്മുടെ സൊസൈറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ നീഡ് ഫുൾഫിൽ ചെയ്യാനാണെന്നും അതിന്റെ ബേസിക് നമ്മളെ കൾച്ചറൽ ഐറ്റംസും ആണെന്നാണ് ഫസ്റ്റ് നോഷനിൽ പറയുന്നത്. രണ്ടാമത് ഇദ്ദേഹം 3 ലെവൽസ് ഓഫ് നീഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രൈമറി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇന്റഗ്രേറ്റീവ് എന്ന് പറയുന്നത്. പ്രൈമറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ നീഡ്സ് ആണ്. അതായത് സെക്സ്, ഫുഡ്, ഷെൽട്ടർ, ഇങ്ങനെയുള്ള പ്രൈമറി നീഡ്സും. രണ്ടാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ, നമ്മുടെ ഇക്കണോമിക്, ലീഗൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീൽ ചെയ്ത് വരുന്ന നീഡ്സും. മൂന്നാമതായിട്ടുള്ള
ഇന്റഗ്രേറ്റീവ്, അതായത് ഒരു കൊഹറൻസ് കൊണ്ടുപോകാനായിട്ട് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ്, അതായത് നമ്മുടെ റിലീജിയൻ പോലുള്ള കാര്യങ്ങളാണ് ഇന്റഗ്രേറ്റീവിൽ പറയുന്നത്. Some sociologists considered that Malinowski's function was individualistic function and is focused on the ഫണ്ടമെന്റൽ ബയോളജിക്കൽ നീഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. പക്ഷെ കുറച്ച് സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ മലിനോവിസ്കി പറയുന്നത് ശരിയാണ്, ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ഫംഗ്ഷനിസ്റ്റ് ആണ് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ 3 ലെവൽസ് പറയുമ്പോൾ പോലും പ്രൈമറി ആയിരുന്നാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നാലും ഇന്റഗ്രേറ്റീവ് ആയിരുന്നാലും 3 പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് അദ്ദേഹം കൂടുതലും തിയറീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ഫംഗ്ഷനിലിസം ആണെന്നും എന്നാൽ കുറെ കൂടെ ബയോളജിക്കൽ നീഡ്സ് ആണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നാണ് കുറച്ച് സോഷ്യോളജിസ്റ്റിൽ ഒരു ക്രിറ്റിസിസം പോലെ ഇദ്ദേഹത്തിനെ പറയുന്നത്. അടുത്തത് റാഡ്ക്ലിഫ് ബ്രൗൺ. അപ്പൊ നമ്മൾ ആദ്യം സ്പെൻസർ നോക്കി, പിന്നെ ദർക്കൈം നോക്കി, മെലിനോവിസ്കി നോക്കി. ഇവര് മൂന്നുപേരും അല്ല, ഇനി വരുന്ന എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് എയർ റാഡ്ക്ലിഫ് ബ്രൗൺ, അതായത് ആൽഫ്രഡ് റെജിനാൾഡ് റാഡ്ക്ലിഫ് ബ്രൗൺ. ഇതാണ് ഇദ്ദേഹത്തിന് ഫുൾ നെയിം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം മെലിനോവിസ്കിയുടെ അതേപോലെ ഇമാനുൽ ദർഖൈമിന്റെയും ഫംഗ്ഷനലിസത്തിന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് തിയറീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇദ്ദേഹം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ദ കൺസെപ്റ്റ് ഓഫ് ഫംഗ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ അനലോഗി ബിറ്റ്വീൻ സോഷ്യൽ ലൈഫ് ആൻഡ് ഓർഗാനിക് ലൈഫ്. അതായത് ഓർഗാനിക് ലൈഫിന്റെയും സോഷ്യൽ ലൈഫിന്റെയും ഒരു അനലോഗിയെ ബേസ് ചെയ്താണ് ഫംഗ്ഷൻ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. He emphasized that it would be necessary to substitute for the term needs by necessary conditions of existence. നമ്മളെ ദർഖൈം പറഞ്ഞതായിരുന്നാലും മെലിനോവിസ്കി പറഞ്ഞതായിരുന്നാലും ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് സൊസൈറ്റി, അല്ലെങ്കിൽ നീഡ് ഫുൾഫില്ല് ചെയ്തു പോയാൽ മാത്രമേ ഒരു എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് അവിടെ നീഡ് എന്നുള്ളൊരു വാക്കല്ല, അതിന് പകരം നെസസറി കണ്ടീഷൻസ് ഓഫ് എക്സിസ്റ്റൻസ്, നമ്മുടെ എക്സിസ്റ്റൻസിന് ആവശ്യമായ കണ്ടീഷൻസ് വേണം. അതൊരു നീഡ് എന്നൊരു ടേം അല്ല യൂസ് ചെയ്യേണ്ടതെന്നാണ് ബ്രൗൺ ഇവിടെ പറയുന്നത്. For him, the question is which conditions are necessary for survival and that issue would be an empirical proof. ഇദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നേരത്തെ ഇദ്ദേഹം തന്നെ പറഞ്ഞു ഒരു നെസസറി കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ് ആണ് വേണ്ടത്. എന്തൊക്കെയാണ് ഈ നെസസറി കണ്ടീഷൻസ് എന്നൊരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ തിയറീസ് വരുന്നത്. അതേപോലെ ഇദ്ദേഹം ഒരുപാട് സോഷ്യൽ സിസ്റ്റം ഡിസ്കവർ ചെയ്ത് അതിനെ ബേസ് ചെയ്ത് ഈ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നെസസറി കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൺ നെസസറി കണ്ടീഷൻ ഫോർ സർവൈവൽ ഓഫ് എ സൊസൈറ്റി ഈസ് ദാറ്റ് ഇറ്റ് ഹാസ് മിനിമൽ ഇന്റഗ്രേഷൻ ഓഫ് ദിസ് പാർട്സ്. അതായത് നമ്മൾ നെസസറി ഒരു സൊസൈറ്റിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നെസസറി കണ്ടീഷൻസ് വേണമെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിന്റെ പാർട്സിന്റെ മിനിമൽ ഇന്റഗ്രേഷൻ. അതായത് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നത് അങ്ങനെയാണല്ലേ, ഫംഗ്ഷനലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലെ പല പാർട്സിന്റെ ഇന്റഗ്രേഷൻ എന്നാണ്. അത് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. ഒരു എക്സിസ്റ്റൻസ് വേണമെങ്കിലും അല്ലെങ്കിൽ നെസസറി കണ്ടീഷൻ, എക്സിസ്റ്റൻസിന് വേണ്ടി ഉള്ള നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മളെ പല പല പാർട്സിന്റെ ഒരു മിനിമൽ ഇന്റഗ്രേഷൻ വേണം എന്നുള്ളതാണ്. അതേപോലെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ the term function refers to those processes that maintain these necessary integration. രണ്ടാമത്തേന്ന് പറയുന്നത് ഈ നെസസറി ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ സോളിഡാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ള പ്രോസസ്സുകളെയാണ് ഇദ്ദേഹം രണ്ടാമതായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അവസാനമായിട്ട് അദ്ദേഹം ഡിഫൈൻ ചെയ്തത് ഈ സൊസൈറ്റി സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ക്യാൻ ബി ഷോൺ ടു കോൺട്രിബ്യൂട്ട് നെസസറി സോളിഡാരിറ്റി. ഈ സോളിഡാരിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്താണ്? സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആണ്. നമ്മുടെ സൊസൈറ്റിയിലുള്ള പല സ്ട്രക്ചേഴ്സും അതിന്റെ ഫീച്ചേഴ്സുമാണ് ഈ സോളിഡാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ഫങ്ഷണൽ യൂണിറ്റി നമ്മളെ സൊസൈറ്റിയിൽ അച്ചീവ് ചെയ്യാന്നുള്ളത് ഒരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്. ഹൈപ്പോത്തിസിസ് നമ്മൾ അറിയാലോ, റിസർച്ചിലൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. ഒരു റിസർച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ ഒരു ഹൈപ്പോത്തിസിസ് വെക്കും, അത് ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ അതെങ്ങനെ ആയിരിക്കില്ല എന്നൊരു ഹൈപ്പോത്തിസിസ്, ഒരു മിയർ അസംഷൻ നമ്മൾ വയ്ക്കാറുണ്ട്. അതേപോലെ ഇതും ഒരു ഫങ്ഷണൽ യൂണിറ്റി എന്ന് പറയുന്നതും ഒരു മിയർ ഹഞ്ച് അല്ലെങ്കിൽ ഒരു അസംഷൻ ആയിട്ടാണ് ഇവിടെ ബ്രൗൺ പറയുന്നത്. Function is the contribution which a partial activity makes the total activity of which is a part. അതായത് ഒരു ഹോൾ പാർട്ട് ഉണ്ട്, ആ പാർട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഹോൾ പാർട്ടിന്റെ ടോട്ടൽ ആക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ
ഓരോ പാർട്ടിന്റെയും പാർഷ്യൽ ആക്ടിവിറ്റീസ് കാരണം ഇപ്പൊ കൈ പാർഷ്യലി ആക്ട് ചെയ്താലും കണ്ണ് പാർഷ്യലി ആക്ട് ചെയ്താലുമേ ഫുള്ള് ബോഡി നമ്മൾ പ്രവർത്തിക്കുള്ളൂ. അപ്പം എല്ലാ ഓർഗൻസിന്റെയും പാർഷ്യൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ടോട്ടൽ ആക്ടിവിറ്റി ഉണ്ടാവൂ എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. His specific writing on the concept of function are available as his well-known work Structure and Function in Primitive Society. ഇദ്ദേഹത്തിന്റെ Structure and Function in Primitive Society എന്ന റൈറ്റിംഗിലൂടെയാണ് ഇദ്ദേഹം ഫങ്ഷണലിസത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ 19th സെഞ്ച്വറിയിലെ സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ് എങ്ങനെ ഫങ്ഷണലിസത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തത് ലേറ്റർ ഫങ്ഷണലിസ്റ്റ്, അതായത് ഒരു 20th സെഞ്ച്വറി അങ്ങോട്ടുള്ള ഫങ്ഷണലിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകൾ എങ്ങനെ ഫങ്ഷണലിസത്തിന് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് ടാൽകോട്ട് പാസൺ. ഈ ഫങ്ഷണലിസം എന്ന തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് കൊണ്ടുവന്നത്, അതായത് അജിൽ മോഡലും ഫങ്ഷണൽ പ്രീറെക്വസ്റ്റീസും അതേപോലെ ഓറിയന്റേഷൻസും ഒക്കെ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ടാൽകോട്ട് പാസൺ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം Parsons functionalism has attempted to incorporate the suggestive of earlier functional analysis, especially the concept of social system as considered of interrelated parts. മറ്റുള്ളവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇന്റർറിലേറ്റഡ് പാർട്ട് എന്ന രീതിക്ക് തന്നെയാണ് സോഷ്യലിസത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് ഇദ്ദേഹം ഫങ്ഷണലിസത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു വേർഡ് ഉണ്ട്, ആക്ടർ അല്ലെങ്കിൽ ആക്ഷൻ എന്ന വേർഡ്. അതായത് ആക്ടേഴ്സിന്റെ ആക്ഷൻ ആണ് സൊസൈറ്റിയിൽ നടക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നോംസും വാല്യൂസും ഒക്കെ ഉണ്ട്. ഈ നോംസും വാല്യൂസും ഒക്കെ ആയിട്ട് ഓരോ ആക്ടറും ഓറിയന്റഡ് ആണ്. ആക്ടർ ഇൻ ദ സെൻസ് ഫിലിം അതല്ല, ഓരോ ഇൻഡിവിജ്വൽ സൊസൈറ്റിയിലെ ഓരോ ഇൻഡിവിജ്വലിനെയും ഒരു ആക്ടർ ആയിട്ടാണ് ടാൽകോട്ട് പാസൺ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ ആക്ടർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഫങ്ഷനെയുമാണ് നമ്മൾ ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു തിയറിയിലൂടെ. അപ്പം ഈ ഓരോ ആക്ടേഴ്സും ഒരുപാട് നോംസിന്റെയും വാല്യൂസിന്റെയും അതേപോലെ ഒരുപാട് ഐഡിയാസിന്റെയൊക്കെ ഐഡിയാസുമായിട്ട് ഓറിയന്റഡ് ആണ്. അതായത് ഒരു ആക്ഷൻ സിസ്റ്റം, നമ്മൾ ഇത്രയും നേരം സോഷ്യൽ സിസ്റ്റം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ ഇദ്ദേഹം ഇവിടെ ആക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. സോഷ്യൽ സിസ്റ്റം ഈസ് കംപ്രൈസ്ഡ് ഓഫ് സ്റ്റാറ്റസ്, റോൾസ് ആൻഡ് നോംസ്. നമ്മൾ സോഷ്യൽ സിസ്റ്റത്തിന് എന്താ ഈ സ്റ്റാറ്റസും റോളും നോംസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സ്റ്റാറ്റസും നോമും റോൾസും ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന ആരാണ്? ഒരു ആക്ടറാണ്. അപ്പൊ ആക്ടർ ചെയ്യുന്നത് എന്താണ്? ഒരു ആക്ഷൻ ആണ്. അപ്പൊ ഒരു ആക്ഷൻ സിസ്റ്റമായി അത് മാറും എന്നാണ് ടാൽകോട്ട് പാസൺ പറയുന്നത്. According to him, actors are oriented to situation in the according to motives. മോട്ടീവ്സിന് അനുസരിച്ച് ആണ് ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ ആക്ടേഴ്സും ഓറിയന്റഡ് ആയിട്ടുള്ളത്. ഇവിടെ മോട്ടീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നീഡ്സ് ആണ്. മനുഷ്യന്റെ നീഡ്സ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ നീഡ്സിനെയാണ് ഓരോ സിറ്റുവേഷനും ഓറിയന്റഡ് ആയിരിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാത്രമല്ല 3 ടൈപ്പ് ഓഫ് മോട്ടീവ്സ് ഇദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് കോഗ്നിറ്റീവ്, 2 കത്തറ്റിക് ആൻഡ് ഇവാലുവേറ്റീവ്. ഈ 3 ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ ആണ് ഇദ്ദേഹം പറയുന്നത്. ആദ്യത്തേത് കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നോളജിന് വേണ്ടിയുള്ള ഒരു നീഡ്, ഒരു സൊസൈറ്റിയുടെ നീഡ്, അതാണ് കോഗ്നിറ്റീവ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, തിങ്കിങ് കപ്പാസിറ്റി ബേസ് ചെയ്ത് വരുന്നതാണ് കോഗ്നിറ്റീവ്. അതായത് ഇൻഫോർമേഷന്റെ നോളജിന് വേണ്ടി ഉള്ള നീഡിനെയാണ് കോഗ്നിറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് കത്തറ്റിക് ഓറിയന്റേഷൻ, അതായത് നമ്മുടെ ഇമോഷൻ അറ്റാച്ച്മെന്റ്, അതിപ്പോ സാഡ്നെസ് ആയിരുന്നാലും ഹാപ്പിനെസ് ആയിരുന്നാലും എന്തായിരുന്നാലും നമ്മളെ ഇമോഷനെ ബേസ് ചെയ്ത് വരുന്നതാണ് കാത്തറ്റിക് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഇവാലുവേറ്റീവ്, അതായത് ഒരു അസസ്മെന്റ്, ഒരു ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു നീഡാണ് ഇവാലുവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഓറിയന്റേഷൻ എപ്പോഴും ഓർത്ത് വെക്കണം. ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ നടക്കണമെങ്കിൽ ഈ 3 ഓറിയന്റേഷന്റെ ബേസിലായിരിക്കുമെന്നാണ് പാസൺ പറയുന്നത്. പാസൺസ് ഗിവ് ദ നോഷൻ ഓഫ് ഫങ്ഷണൽ പ്രീറിക്വസ്റ്റ്. ഒരു ഫങ്ഷണൽ പ്രീറിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു നോഷനും ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഹീസ് കൺസേൺഡ് വിത്ത് ദ ഇന്റഗ്രേഷൻ വിത്ത് ദ സോഷ്യൽ സിസ്റ്റം ഇറ്റ്സെൽഫ് ആൻഡ് ബിറ്റ്വീൻ ദ സോഷ്യൽ സിസ്റ്റം ആൻഡ് ദ കൾച്ചറൽ സിസ്റ്റം ഓൺ ദ വൺ ഹാൻഡ്, ബിറ്റ്വീൻ സോഷ്യൽ സിസ്റ്റം ആൻഡ് പേഴ്സണാലിറ്റി സിസ്റ്റം ഓൺ ദ അതർ ഹാൻഡ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മുടെ സൊസൈറ്റിയിൽ കൾച്ചറൽ സിസ്റ്റം ഉണ്ട്, പേഴ്സണാലിറ്റി സിസ്റ്റം ഉണ്ട്, സോഷ്യൽ സിസ്റ്റം ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ സോഷ്യൽ സിസ്റ്റവും കൾച്ചറൽ സിസ്റ്റവും തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷനും അത് ഒരു ഹാൻഡില്, അതർ ഹാൻഡില് സോഷ്യൽ സിസ്റ്റവും പേഴ്സണാലിറ്റി സിസ്റ്റവും തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷനിലൂടെ മാത്രമേ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഫങ്ഷൻ ഉണ്ടാവൂ എന്നാണ് ഇവിടെ പാസൺ പറയുന്നത്.
പിന്നെ ഇദ്ദേഹം മെയിൻലി 3 സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ, സോഷ്യൽ സിസ്റ്റം, കൾച്ചറൽ സിസ്റ്റം, പേഴ്സണാലിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, his conceptual skill reflects the systematic interconnectedness of social system. Later he returns the integrative problems of culture and personality. For understanding social system he considered structural elements and functional prerequisite. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം ഫങ്ഷണൽ പ്രീറിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു നോഷൻ കൊണ്ടുവന്ന് ആ ഫങ്ഷണൽ പ്രീറിക്വസ്റ്റിയും അതേപോലെ ഈ സ്ട്രക്ചറൽ എലമെന്റ്സിനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു സോഷ്യൽ സിസ്റ്റം പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ സ്ട്രക്ചറൽ എലമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾസും റോൾസും അതേപോലെ നോംസും വാല്യൂസും ഒക്കെ ആണ്. അപ്പം ഒരു സോഷ്യൽ സിസ്റ്റത്തിന്റെ നീഡ് ഫുൾഫില്ല് ചെയ്യണം എങ്കിൽ ഓരോ സിസ്റ്റവും, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ സിസ്റ്റവും അതിന്റെ ഫങ്ഷണൽ പ്രീറിക്വസ്റ്റിക്ക് അനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. He presents in the paradigm known as agile paradigm. അതായത് ഒരു അജിൽ മോഡലാണ് ഇദ്ദേഹം സൊസൈറ്റിയെ ഡിഫൈൻ അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം ഡിഫൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അജിൽ എന്ന് പറഞ്ഞാൽ AGIL, A ഫോർ അഡാപ്റ്റേഷൻ, G ഫോർ ഗോൾ, I ഫോർ ഇന്റഗ്രേഷൻ ആൻഡ് L ഫോർ ലാറ്റൻസി. ആദ്യത്തെ നമുക്ക് നോക്കാം അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് നീഡ്സ്, നേരത്തെ ഒരു പ്രൈമറി നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ നമ്മുടെ ബേസിക് നീഡ്സ് ഫുൾഫില്ല് ചെയ്യാനായിട്ട് സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ളവരാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഫുഡ്, ഷെൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതിന് മെയിൻലി ഇത് ബേസ് ചെയ്ത് വരുന്നത് നമ്മുടെ ഇക്കണോമിക് സിസ്റ്റം ആണല്ലേ. ഒരാളുടെ ഇക്കണോമിക് സിസ്റ്റം അനുസരിച്ചായിരിക്കും അയാളുടെ നീഡ് വരുന്നത്, ഫുഡിനുള്ളതായിരുന്നാലും ഷെൽട്ടറിനുള്ളതായിരുന്നാലും. അതായത് ഇക്കണോമിക് അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ഒരു സബ്സിസ്റ്റം ആണ് ഈ ഒരു നീഡ് ഫുൾഫില്ല് ചെയ്യുന്നത് എന്നാണ് അഡാപ്റ്റേഷൻ എന്നൊരു ഇതിലൂടെ, ഒരു പാരഡിമിലൂടെ ഇദ്ദേഹം പറയുന്നത്. രണ്ടാമത്തത് ഗോൾ അറ്റൈൻമെന്റ്. ഗോൾ എന്നല്ല, ഗോൾ അറ്റൈൻമെന്റ് എന്നാണ്. ഇത് നമ്മുടെ എന്താ, ഒരു ഗോൾ സെറ്റ് ചെയ്യും. ആ ഗോൾ ഒരു ടോട്ടൽ ഒരു ഗോൾ ഉണ്ടാവും ഒരു സൊസൈറ്റിക്ക്. ആ ഗോളിന് വേണ്ടി ഇതിലെ ഓരോ ആക്ടേഴ്സിനെയും എൻകറേജ് ചെയ്ത് അവരുടെ എനർജി സേവ് ചെയ്ത് ആ ഗോൾ അറ്റൈൻമെന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് രണ്ടാമത്തെ നീഡ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മളെ പൊളിറ്റിക്കൽ സിസ്റ്റവും അല്ലെങ്കിൽ പോളിറ്റി എന്ന് പറഞ്ഞ സബ് സിസ്റ്റവുമാണ് ഇതിനെ നമ്മൾക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഈ ഗോൾസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അടുത്തത് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്, അതായത് നമ്മൾ റിലീജിയൻ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ബേസിലാണ് ഇന്റഗ്രേഷൻ വരുന്നത്. ഇൻ ഹിസ് കൺസിഡറേഷൻ റിലീജിയൻ കൺസ്പോൺസ് ടു ദി നീഡ് ഓഫ് മെയിൻറ്റെയിനിങ് ഇന്റഗ്രേഷൻ സൊസൈറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദർക്കയും പറഞ്ഞതുപോലെ റിലീജിയൻ ഉണ്ടെങ്കിൽ ഒരു സോളിഡാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് ഇന്റഗ്രേഷൻ എന്ന പ്രോസസ്സിലും പറയുന്നത്. പിന്നെ അടുത്ത വരുന്നത് ലാസ്റ്റ് ആയിട്ട് വരുന്നത് ലാറ്റൻസി. ലാറ്റൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ, ഒരു സിസ്റ്റവും അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഇല്ലാതെ നമുക്ക് ഒരു സിസ്റ്റത്തിനും എക്സിസ്റ്റൻസ് ഇല്ല. ഒരു കൺട്രോൾ ഇല്ലാതാവുകയാണെങ്കിൽ അവിടെ കുറെ ഡീവിയേഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ അനോമി പോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ലോ അല്ലെങ്കിൽ ലോ ഓഫ് കോഡ്സ്, പോലീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒക്കെ വേണം. ഈ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നതാണ് ലാറ്റൻസി എന്ന് പറയുന്നത്. ഇതാണ് മെയിൻലി അജിൽ മോഡൽ എന്ന് പറയുന്നത്. ഈ അജിൽ മോഡൽ ഒക്കെ എന്ന് പറയുന്ന സബ്സിസ്റ്റം ഒക്കെ ഫുൾഫിൽ ആയാൽ മാത്രമേ ഒരു സോഷ്യൽ സിസ്റ്റം ഉള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ അഡാപ്റ്റേഷനും ഗോളും ഇന്റഗ്രേഷനും ലാറ്റൻസിയും ഒക്കെ ഒരേപോലെ വർക്ക് ചെയ്താൽ മാത്രമേ ഫങ്ഷണലിസം ഉള്ളൂ എന്നാണ് പാസൻസ് പറയുന്നത്. Social system is large and comprised of many interrelated institutions. There are typically viewed as subsystem. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ, ഒരു ഹോൾ ആണല്ലേ. അതിൽ ഒരുപാട് സബ്സിസ്റ്റംസ് ഉണ്ട്. ഈ അജിൽ മോഡലാണ് അതിൽ ഓരോന്നിനെ ഫുൾഫില്ല് ചെയ്യുന്നത്. ഇത് ഫുൾഫില്ല് ചെയ്താൽ മാത്രമേ ഒരു എക്സിസ്റ്റൻസ് ഉള്ളൂ. ഒരുപാട് ക്രിറ്റിസിസംസ് പാസനും വന്നിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഫങ്ഷണലിസം ആണ് ഒരു 20th സെഞ്ചുറിയിൽ ഏറ്റവും ഹയർ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്ന ഒരു തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ലേറ്റർ ഫങ്ഷണലിസ്റ്റിലെ ആദ്യം കാൽക്കോട്ട് പാസൻ പറഞ്ഞു. അടുത്തത് R.K. Merton. R.K. Merton എന്ന് വെച്ചാൽ റോബർട്ട് കിങ് മെർട്ടൺ. ഇദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ്. അറ്റംപ്റ്റ് ടു ഓവർകം ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഫങ്ഷണലിസം അഡ്വാൻസ്ഡ് ബൈ ദ ഫൗണ്ടേഴ്സ് നെയിംലി ദർക്കെയിം, ബ്രൗൺ ആൻഡ് മെൽനോവിസ്കി. നമ്മൾ നേരത്തെ പറഞ്ഞ ദർക്കെയിമിന്റെയും ബ്രൗണിന്റെയും മെൽനോവിസ്കിയുടെ ഒക്കെ ഫങ്ഷണലിസത്തിന്റെ ഷോർട്ട് കമ്മിങ്സ്, കുറച്ച് പോരായ്മകൾ ഓരോ ഇത് നമ്മൾ പറഞ്ഞു പോയല്ലോ, അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് R.K. Merton, അതായത് നമ്മുടെ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ്, ഈ പുതിയ തിയറീസ് കൊണ്ടുവന്നത്. Merton and Parsons are the two American sociologists nominated in the scenario of functionalist theory during the
20th സെഞ്ചുറി, അതായത് ഒരു മിഡിൽ 20th സെഞ്ചുറി ആയപ്പോഴാണ് ഈ പാഴ്സണും മെർട്ടനും ഒക്കെ വരുന്നത്. മറ്റവർ ഒരു 19th സെഞ്ചുറിയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരുപാട് സോഷ്യോളജിസ്റ്റ് ഒക്കെ വരുന്നത്. To him, function refers to the vital or organic process considered in respect in which they contribute to the maintenance of an organism. പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷെ പലരും പല രീതിക്ക് എക്സ്പ്രസ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഒരു ഓർഗാനിസത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓർഗാനിക് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ വൈറ്റൽ പ്രോസസ്സ് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ ഒരു ഓർഗാനിസം ഉള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഡെഫിനിഷൻസിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഗിവൺ സിസ്റ്റത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ്സിൽ ഉണ്ടാവുന്ന കോൺസിക്വൻസ് ആണ് ഫംഗ്ഷൻ എന്നാണ്. എന്നാൽ മെർട്ടൺ പറയുന്നത് അത് അങ്ങനെയല്ല. According to him, there has been a tendency in the definition to observe only the positive contribution of the items of the social or cultural system in which it is implicated. അതായത് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിന് ഉള്ള പോസിറ്റീവായിട്ടുള്ള കോൺസിക്വൻസസ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് മാത്രം നോക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്, ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന രീതിയിൽ വരുന്നതെന്നും ഇദ്ദേഹം കൂടുതൽ പറയുന്നത് ഒരു സോഷ്യൽ കൾച്ചറൽ ഐറ്റംസിലൂടെ ആണ് ഒരു സോഷ്യൽ സിസ്റ്റത്തിന് എക്സിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം ഡിസ്ഫങ്ഷൻ എന്നൊരു വേർഡാണ് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഡിസ്ഫങ്ഷനിൽ തന്നെ ലേറ്റന്റ് ഫംഗ്ഷൻ എന്നും മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്നും രണ്ട് രീതിക്ക് ഇദ്ദേഹം തിരിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം മറ്റുള്ളവർ പറഞ്ഞ എന്താ, ഒരു സോഷ്യൽ സിസ്റ്റം, ആ സോഷ്യൽ സിസ്റ്റത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സിന്റെ കോൺസിക്വൻസ് ആണ് ഫംഗ്ഷൻ എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ആ ഫംഗ്ഷൻ എന്നൊരു രീതിക്കല്ല, ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന പുതിയ കൺസെപ്റ്റ് ആണ് ഇദ്ദേഹം കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, ഡിസ്ഫങ്ഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ദോസ് ഒബ്സർവ്ഡ് കോൺസിക്വൻസ് വിച്ച് ലെസൻ ദ അഡാപ്റ്റേഷൻ ഓർ അഡ്ജസ്റ്റ്മെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞവരെന്താ, ഈ അഡാപ്റ്റേഷന് അക്സെപ്റ്റൻസിന്റെ ഒക്കെ കോൺസിക്വൻസ് ആണെന്നാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഈ അഡാപ്റ്റേഷനെയും അഡ്ജസ്റ്റ്മെന്റിനെയൊക്കെ കുറച്ചു കൊണ്ടുള്ള ഒരു ഒബ്സർവ്ഡ് കോൺസിക്വൻസിനെയാണ് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് ഫംഗ്ഷനാണ് പറയുന്നത്, മാനിഫെസ്റ്റും ലേറ്റന്റും. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻറ്റന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ഫംഗ്ഷൻസ് എന്നും, നമ്മൾ ലേറ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അൺറെക്കഗ്നൈസ്ഡും അൺഇൻറ്റൻഡും ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ്. അപ്പൊ നമുക്ക് ലേറ്റന്റ് ഫംഗ്ഷനിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ക്ലോത്ത് സെലക്ട് ചെയ്യാൻ പോകുന്നു. ആ ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലതരം ഒരു സെലക്ഷൻ പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ടായിരിക്കും. അതെങ്ങനെയായിരിക്കും മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും എടുക്കുക, അതൊക്കെ ഒരു അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു നമ്മളവിടെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ആണ് ലേറ്റന്റ് ഫംഗ്ഷൻസും. അല്ലാതെ നമ്മളെ ഇപ്പോൾ സോഷ്യൽ പോളിസിയിലൂടെയും പ്രോസസ്സിലൂടെയൊക്കെ ചെയ്യുന്നതാണ് മാനിഫെസ്റ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതൊരു ലോജിക്കൽ പോസിബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. അതൊരു ഉട്ടോപ്യൻ എന്നൊക്കെ കേട്ടില്ല, ഉട്ടോപ്യൻ സംസ്കാരമൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഉട്ടോപ്യ എന്ന് വെച്ചാൽ നടത്തണം എന്ന് നമ്മൾ വിചാരിക്കുകയും എന്നാൽ നടക്കാതെ പോവുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഉട്ടോപ്യൻ എന്ന് വിളിച്ച് കളിയാക്കാറുള്ളത്. സോഷ്യോളജിയിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഉട്ടോപ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയും ഒരു ലോജിക്കൽ പോസിബിലിറ്റി അല്ല എന്നൊരു രീതിക്കാണ് പറയുന്നത്. അതേപോലെ ഇപ്പൊ ബ്രൗണിന്റെ മെൻലോവ്സ്കിയുടെ ഒക്കെ ആണെങ്കിലും മുന്നേ ഉള്ള നോഷൻസ് നമ്മുടെ സൊസൈറ്റിയിലെ കോൺഫ്ലിക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ സ്ട്രെസ്സിനെ കുറിച്ചും ഒന്നും പറയുന്നില്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹം മെർട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ കുറിച്ചും കോൺഫ്ലിക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ടൈം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഇദ്ദേഹം സോഷ്യൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്. Stress indicates the change of some or other kind, let alone the changes in function of social institution or social item. ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ആണ്. അതായത് ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് നമ്മളുടെ സൊസൈറ്റിയിൽ എലോൺ ആയിട്ടുണ്ടാവുന്ന ചേഞ്ചസിനെയാണ് ഇദ്ദേഹം ഇവിടെ സ്ട്രെസ് എന്ന രീതിക്ക് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല മെർട്ടൺ ഒരു സെക്കൻഡ് പോസ്റ്റുലേറ്റ്, നമ്മൾ ആദ്യത്തെ പോസ്റ്റുലേറ്റ് ഇയാളുടെ ഡിസ്ഫങ്ഷൻ ആയിട്ട് പറഞ്ഞു, സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആയ ഒരു യൂണിവേഴ്സൽ ഫങ്ഷണലിസം എന്ന വാക്കും കൂടെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ മെൻലോവിസ്കിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു വാക്കാണ് യൂണിവേഴ്സൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത്. അതായത് മെൻലോവിസ്കി said that functional view of culture insists that in every type of civilization, every custom, material object, idea or belief fulfill some വൈറ്റൽ ഫങ്ഷൻ. അതായത് നമ്മുടെ കൾച്ചറിന്റെ ഒരു ഫങ്ഷണൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഓരോ സിവിലൈസേഷനിലും അതേപോലെ ഓരോ കസ്റ്റംസിലും അല്ലെങ്കിൽ എല്ലാ
മെറ്റീരിയൽ ഒബ്ജക്ട്സിലും ഓരോ ഫങ്ഷൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ ഒരുപാട് വൈറ്റൽ ഫങ്ഷൻസ് കൊണ്ടുവരുന്നത് ആരായിരിക്കും? അതിലെ കസ്റ്റംസും അതിലെ ബിലീഫ്സും അതിലെ ഐഡിയാസും ഒക്കെ ആയിരിക്കും അല്ലേ. ഇതാണ് നമ്മുടെ മെലിനോവിസ്കി പറഞ്ഞു വെച്ചത്. പക്ഷെ അതിനെ കുറച്ച് മാറ്റിയാണ് മെർട്ടൺ പറയുന്നത്. മെർട്ടൺ പറയുന്നത് വെച്ചാൽ ഈ പറയുന്നത് നോൺ ലിറ്ററേറ്റ് സൊസൈറ്റിയിൽ, അതായത് ചെറിയ ചെറിയ നോൺ ലിറ്ററേറ്റ് സൊസൈറ്റിയിൽ സത്യമായിരിക്കും. പക്ഷെ അല്ലാതെ കുറച്ചുകൂടെ മോഡേൺ സൊസൈറ്റിയിലോട്ട് വരുമ്പം ഈ ഒരു ഫംഗ്ഷൻ മാറും. അതായത് നേരത്തെ അദ്ദേഹം പറഞ്ഞ കൾച്ചറിനെ ബേസ് ചെയ്ത് ഫംഗ്ഷൻ ആണെങ്കിൽ അത് നോൺ ലിറ്ററേറ്റ് സൊസൈറ്റിയിൽ പോസിബിൾ ആണെന്നും, അതേപോലെ പുതിയ കോംപ്ലക്സ് അല്ലെങ്കിൽ മോഡേൺ സൊസൈറ്റീസ് വരുമ്പോഴത്തേക്കും ആ ഒരു രീതി, ആ ഒരു കൾച്ചറിന്റെ ആ ഫംഗ്ഷൻ മാറുമെന്നുമാണ് മെർട്ടൺ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് പറയുന്നത് functional indispensability. To the view of Malinowski, functional indispensability, he argues that maintaining integration in the indispensable needs of society but not the institution, because same need can be satisfied by other social institution in കോംപ്ലക്സ് ഓർ ഡിഫറൻഷിയേറ്റഡ് സൊസൈറ്റീസ്. അതായത് നമ്മുടെ മെലിനോവിസ്കി പറഞ്ഞ എന്താണ്? ഫങ്ഷണൽ ഇൻഡിസ്പെൻസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇന്റഗ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ സൊസൈറ്റിയുടെ നീഡിന് വേണ്ടി ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒരു ഇന്റഗ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ ഇത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് തന്നെ മറ്റൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പം അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറും. അവിടെ മെർട്ടൺ പറയുന്നതെന്ന് വെച്ചാൽ, മെർട്ടൺ കംസ് ഔട്ട് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് functional alternative equivalence of substitutes postulate the functional indispensability. അതായത് നമ്മുടെ ഫങ്ഷണൽ ഇൻഡിസ്പെൻസിബിലിറ്റിയിൽ ഇദ്ദേഹം ഒരു ഓൾട്ടർനേറ്റീവ് ഫംഗ്ഷനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ടീക്ക് പകരം കോഫി എന്ന് പറയുന്നത് പോലെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ചെയ്യാൻ പറ്റാത്ത, ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു എന്ന രീതിക്കാണ് ഇവിടെ ഫങ്ഷണൽ ഇൻഡിസ്പെൻസിബിലിറ്റി ഇദ്ദേഹം കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത്രയും നേരം പറഞ്ഞ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സും പറയുന്ന സെയിം കാര്യം തന്നെയാണ്. ഫങ്ഷണലിസം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിലെ വേരിയസ് പാർട്സ് ഫങ്ഷൻ ചെയ്യുന്നു. ഒരു സോഷ്യൽ സിസ്റ്റത്തിന്റെ നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് ഈ ഓരോ പാർട്സും ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഓരോ സോഷ്യോളജിസ്റ്റും അതിനെ ഓരോ രീതിക്കാണ് നോക്കിക്കാണുന്നത്. അതാണ് നമ്മൾ പെർസ്പെക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഓരോരുത്തർക്കും ഒരു സെയിം സാധനം തന്നെയായിരിക്കും, ഒരു സെയിം പൊളിറ്റിക്കൽ ക്രൈസിസ് തന്നെയായിരിക്കും. ആ പൊളിറ്റിക്കൽ ക്രൈസിസിന് പലരും അല്ലെങ്കിൽ പല പാർട്ടിക്കാരും പല രീതിക്കായിരിക്കും അതിനെ ന്യായീകരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സോഷ്യോളജിസ്റ്റും ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവാണ്. പക്ഷെ ഈ സെയിം കാര്യത്തിൽ നിന്ന് ഓരോരുത്തരും പല പല പെർസ്പെക്റ്റീവ് പറയുമ്പോൾ അതിൽ പല പല വേർഡ്സും പല പല തിയറീസും പല പല കോൺട്രിബ്യൂഷൻസും ഉണ്ടാവും. അതാണ് നമ്മൾ ഓരോന്നായിട്ട് ഇത്രയും നേരം നോക്കിയത്. അപ്പം ഇത്രയും ആണ് ഒരു ഫങ്ഷണലിസം എന്ന് പറഞ്ഞ അപ്രോച്ച് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫർദർ റീഡിങ്സ് എന്തായിരുന്നാലും ആവശ്യമാണ്. ഫർദർ റീഡിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എസ്സേ പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് ഇലാബറേറ്റ് ചെയ്ത് എഴുതാനും, നമ്മൾ ചുമ്മാ ഗ്യാസ് ആയിട്ട് എസ്സേസ് എഴുതിയിട്ട് കാര്യമില്ലല്ലോ, പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതണ്ടേ. ഈ പോയിന്റ്സും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന പോയിന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് മാത്രം പഠിക്കുക.